ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡെക്കറേഷനും അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് നല്ലൊരു സ്പഞ്ച് നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റിന് വേണ്ടിയിട്ട് നല്ല കളറ് കൂടിയിട്ട് എങ്ങനെയാണ് നമുക്ക് സ്പഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നതെന്നുള്ള ഒക്കെ വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഇതെത്തിക്കാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി ഒന്ന് കൊടുത്തിട്ടാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് സ്പഞ്ച് റെഡിയാക്കിയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം സീവ് ചെയ്ത് വെക്കണം. അപ്പോൾ 1 കപ്പ് മൈദയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണും. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് പെസ്റ്റോയുടെ ഒരു കൊക്കോ പൗഡറാണ്. അത് നല്ല ഒരു കൊക്കോ പൗഡറാണ്, നമുക്ക് കളറും കിട്ടും, അതുപോലെ തന്നെ നല്ല ഒരു കയ്പൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നല്ല ഒരു ഫ്ലേവറുമാണ് ഈ ഒരു കൊക്കോ പൗഡറിന്. അപ്പോൾ നമ്മൾ ഇത് ഒരു 4 ടേബിൾ സ്പൂണാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നല്ല പോലെ ഇത് സീവ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം സീവ് ചെയ്ത് വെച്ചിട്ട് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ നമ്മളൊരു 3-4 പ്രാവശ്യമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നത് നമ്മൾ എടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുപോലെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല പോലെ ഇത് മിക്സ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് 4 മുട്ടയാണ് എടുക്കുന്നത്. 4 മുട്ട നമ്മൾ ഈ 4 മുട്ട ഈ ഒരു ബൗളിലോട്ട് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ്, നമ്മൾ ഏത് കപ്പിനാണ് നമ്മുടെ ഫ്ലോർ എടുത്ത ആ ഒരു കപ്പിന് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു പഞ്ചസാര കൂടി നമ്മൾ ഈ ഒരു മുട്ട ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല പോലെ ബീറ്റ് ആവാനായിട്ട് നിൽക്കരുത്. അതിനു മുമ്പ് തന്നെ നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് വേണം നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒറ്റ തവണയാക്കിയിട്ട് 1 ടൈം ആക്കിയിട്ട് ഒരിക്കലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കരുത്. ഇനി നമുക്കിത് നല്ല പോലെ ഫ്ലഫി ആവുന്നത് വരെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവം ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് 1 ടേബിൾ സ്പൂൺ മാത്രമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ സീവ് ചെയ്ത് വെച്ചതാണ്, നല്ല പോലെ സീവ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ പതുക്കെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒന്നിച്ച് മിക്സ് ചെയ്തെടുത്താൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് ഹാർഡായി പോകും. അപ്പോൾ നമ്മൾ പതുക്കെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ പതുക്കെ ഇത് കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതിനുശേഷം നമ്മൾ പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ ഫോൾഡ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത ഒരു ടിന്നിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിത് നല്ല പോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഇപ്പോൾ 45 മിനിറ്റ്സിന് ശേഷം എനിക്കിത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ബേക്ക് ചെയ്തത് ഗ്യാസ് സ്റ്റോപ്പിലാണ്. ഒരു അലുമിനിയത്തിൻ്റെ ഒരു
പാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇത് ഒരു സ്റ്റാൻഡിലോട്ട് ഇറക്കി വെച്ചിട്ടാണ് ചെയ്തത്. ഇനി നമ്മളിത് ഡെക്കറേഷൻ ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കേക്ക് ബോർഡിൽ അല്പം ക്രീം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷുഗർ സിറപ്പിൽ ഞാൻ അല്പം നമ്മുടെ മിൽക്ക് പൗഡർ മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മിൽക്കിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടം ഇല്ല എന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ആഡ് ചെയ്യുന്നത്. ഒരു ബേക്കറി സ്റ്റൈൽ രുചി അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ അതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യുക, സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാ ടോട്ടൽ ലെയേഴ്സും അതുപോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാ ലെയേഴ്സും ചെയ്തെടുക്കാം. പിന്നെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുന്ന കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് വിപ്പ് ചെയ്യുക. വിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ 1-ലിട്ടിട്ടോ അല്ലെങ്കിൽ 2-ലിട്ടിട്ടോ കൂടുതൽ ഹൈ സ്പീഡിലിട്ടിട്ട് ചെയ്യരുത്. ഹൈ സ്പീഡിലിട്ടിട്ട് ചെയ്താലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കതിൽ നിറയെ കുമിളകൾ വരും. നെക്സ്റ്റ് നമുക്ക് ഒരുപാട് ഡെക്കറേഷൻ ചെയ്യാനൊന്നും കഴിയില്ല. നല്ല സോഫ്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ ആ സ്മൂത്തൺ കിട്ടണമെങ്കിൽ നമ്മൾ ആ 1-ലോ 2-ലോ ഇട്ട് കുറച്ച് സമയം കൂടുതൽ എടുക്കേണ്ടി വരും എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം അത് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മൾ ക്രം കോട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുക. എന്നിട്ട് ഫൈനൽ കോട്ട് ചെയ്യുക. നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോഴും അപ്പോൾ ആ ക്രംസൊക്കെ നമ്മുടെ മുകളിലോട്ട് വന്നിട്ട് കേക്കൊരു ലുക്ക് ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ അതും നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ പരിഹരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നല്ല പോലെ സെറ്റായതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഡെക്കറേഷൻ ചെയ്യാനും പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ക്രം കോട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമ്മൾ ഫൈനൽ ചെയ്യുമ്പോൾ നല്ലപോലെ സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അതിൻ്റെ ക്രംസ് ഒന്നും മുകളിലോട്ട് വരില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ഫൈനലായിട്ട് ഇതിന് ഒരു കോട്ടും കൂടെ കൊടുക്കുകയാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ സെറ്റായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇതിന് ഫൈനലായിട്ടൊരു കോട്ടും കൂടെ കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് കൂടുതൽ ഷാർപ്പ് എഡ്ജ് വേണമെന്നില്ല ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാനായിട്ട്. ഞാൻ ഇത് ഈ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ ടോട്ടലി കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ചോക്ലേറ്റ്സ് വെച്ചിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ ഷാർപ്പ് എഡ്ജ് വേണ്ട. നമുക്ക് ഷാർപ്പ് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഇങ്ങനെ ഒരു ഡിസൈൻ ആകുമ്പോൾ നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ഹാർട്ട് ഷേപ്പ് കട്ടർ വെച്ചിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല പോലെ ചെറുതായിട്ട് തന്നെ പീൽ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ആ ഒരു ചോക്ലേറ്റ്സ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒത്തിരി ഒരുപാട് കട്ടിക്കല്ല, അല്പം എങ്കിൽ നമ്മുടെ ആ ഒരു ക്രീം കാണാത്ത വിധത്തിൽ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ്സ് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മൊത്തത്തിൽ നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് മുഴുവനായിട്ടും ഒന്ന് കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ ഇങ്ങനെ വരുകൊണ്ടാണ് ഞാൻ ഇത് ഷാർപ്പ് എഡ്ജ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞത്.
അപ്പോൾ നമ്മളിനി ഈ ഒരു നോസിൽ വെച്ചിട്ട് ഇതിനൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഇത് 100ൻ്റെ 8 നമ്പർ നോസിലാണ് ഈ എടുത്തിരിക്കുന്നത്. 100ൻ്റെ 8 നമ്പർ നോസിലാണ്. അപ്പോൾ ഈ ഒരു നോസിൽ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇതിന് ബോർഡർ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളിതിന് മുഴുവനായിട്ടും ബോർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹാർട്ട് ഷേപ്പ് കട്ടർ ഇവിടെ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ മാറ്റുമ്പോൾ ഒന്നിച്ച് പെട്ടെന്ന് തന്നെ മാറ്റി കളയരുത്. അപ്പോൾ നമ്മൾ ആ ഒരു ബോർഡർ കൊടുത്ത ആ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഹാർട്ട് ഷേപ്പ് കട്ടർ ഇങ്ങനെ വെച്ചിട്ട് അത് വലിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ചോക്ലേറ്റ്സ് മുഴുവൻ എവിടെയും ആവാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ 100ൻ്റെ N1 നോസിൽ കൊണ്ട് ഇങ്ങനെ അതൊരു റോസറ്റ് നോസിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കില്ല, കാരണം നമ്മൾ ഫുള്ളി ചോക്ലേറ്റ് കൊണ്ട് കവർ ചെയ്തതാണ് നമ്മുടെ ഈ ഒരു കേക്കിനെ. സോ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ അടർന്ന് പോരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ താഴത്തെ ആ ഒരു ഇതിലേക്ക് നല്ല പോലെ പ്രസ് ചെയ്ത് ചെയ്യണം. ഇനി നമ്മൾ ഫോണ്ടൻറ്റ് വെച്ചിട്ട് കുറച്ച് സ്റ്റാർസ് ചെയ്തെടുക്കുന്നുണ്ട്, ഫോണ്ടൻറ്റ് കട്ടർ വെച്ചിട്ട്. അതുപോലെ തന്നെ ഞാൻ നെയിം എഴുതുന്നത് ഫോണ്ടൻറ്റിലാണ്. പിന്നെ ഇവിടെ എനിക്ക് പറ്റിയത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ എല്ലായ്പ്പോഴും ഞാൻ നേരത്തെ തന്നെ ഫോണ്ടൻറ്റ് കട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇത് ആ ഒരു ടൈമിൽ കറക്റ്റ് കട്ട് ചെയ്തതുകൊണ്ട് കുഴിഞ്ഞു പോകും. നമ്മുടെ ഫോണ്ടൻറ്റ് എപ്പോഴും നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതിൻ്റെ മുമ്പ് തന്നെ നമ്മളത് കറക്റ്റായിട്ട് പരത്തി നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കുക. അത് നല്ലപോലെ ഡ്രൈ ആയാൽ നമുക്ക് അതിൽ എങ്ങനെ വേണമെങ്കിലും എഡിബിൾ പെൻ വെച്ചിട്ട് എഴുതാം. ഇപ്പോൾ ഇത് ശരിക്കും കറക്റ്റായിട്ട് സെറ്റ് ആവാത്തതുകൊണ്ട് തന്നെ എഡിബിൾ പെൻ വെച്ചിട്ട് എഴുതിയിട്ട് എനിക്ക് കളർ കിട്ടുന്നില്ലാത്തതുകൊണ്ട് ഞാനിതൊരു ബ്രഷ് വെച്ചിട്ട് നമ്മുടെ കളർ യൂസ് ചെയ്തിട്ട് ആണ് എഴുതിയത്. ഫസ്റ്റ് ഞാൻ ശ്രമിച്ചു പേന കൊണ്ട്, പക്ഷെ കഴിഞ്ഞില്ല. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ ഗോൾഡൻ ഡസ്റ്റ് കൊണ്ട് അതൊന്ന് മിനുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റാർസിനെ കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കഴിയുകയാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാർസും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ടൊന്ന് നല്ല പോലെ ഒന്ന് ഗോൾഡൻ കളറാക്കി എടുക്കുന്നുണ്ട്. ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ കേക്കിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ചോക്ലേറ്റ്സ് ആയതുകൊണ്ട് അതുമ്മേ നമ്മൾ എല്ലാം കറക്റ്റ് ചെയ്തതിന് കഴിഞ്ഞിട്ട് ശേഷം വെക്കാമെന്ന് വെച്ചാൽ നടക്കില്ല. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ എല്ലാ ഒരു ഡെക്കറേഷനും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഞാൻ ഒന്നും കൂടെ റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. പിന്നെ അതുപോലെ തന്നെ നോർമലായിട്ട് സ്പഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോസും അതുപോലെ തന്നെ ഡെക്കറേഷൻ വീഡിയോസും ഒക്കെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും മറ്റ് വീഡിയോസും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഓക്കെ,